മഹാരാഷ്ട്ര സർക്കാർ മതപരിവർത്തന നിരോധന നിയമം പാസാക്കി. ബഹുമാന്യനായ പ്രസിഡന്റിൻ്റെ അനുമതിയും ലഭിച്ചു. അങ്ങനെ ഈ വർഷം ആഗസ്റ്റ് 28 ആ നിയമം നിലവിൽ വന്നു. ഈ നിയമമനുസരിച്ച് ഒരാൾ മതം മാറാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ 60 ദിവസത്തിന് മുൻപ് അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നോട്ടീസ് നൽകണം. ഇദ്ദേഹത്തെ മതപരിവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോ സ്ഥാപനമോ ആരായാലും അവരും നോട്ടീസ് നൽകണം. അതിനുശേഷം മജിസ്ട്രേറ്റിന് വേണ്ട രീതിയിലുള്ള അന്വേഷണം എല്ലാം നടത്താൻ സാധിക്കും. ഇങ്ങനെ അന്വേഷണങ്ങൾ നടത്തി വരുമ്പോൾ ഈ മതപരിവർത്തനത്തിന് ഏതെങ്കിലും പ്രലോഭനമോ ഭീഷണിയോ ആനുകൂല്യങ്ങളുടെ വാഗ്ദാനമോ വിവാഹ വാഗ്ദാനമോ അങ്ങനെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ മുഖാന ആണ് ഈ ഒരു വ്യക്തി മതപരിവർത്തനത്തിന് വിധേയനാകുന്നു എങ്കിൽ ആ തരത്തിൽ ആ വ്യക്തിയെ മതപരിവർത്തനത്തിന് വിധേയനാക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് 7 വർഷം വരെ ശിക്ഷിക്കാവുന്ന കുറ്റം എന്നുള്ള നിലയിൽ അവർ പണിഷ്മെൻറ്റിന് നേരിടേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് അർത്ഥം. അപ്പോൾ ഈ 60 ദിവസം കഴിഞ്ഞ് മതപരിവർത്തനം നടത്തി കഴിഞ്ഞാൽ 21 ദിവസത്തിനുള്ളിൽ മതപരിവർത്തനം ചെയ്യപ്പെട്ടയാളും ഈ അതേപോലെ 21 ദിവസത്തിനുള്ളിൽ മതപരിവർത്തനം നടത്തിയ വ്യക്തിയോ അല്ലെങ്കിൽ സ്ഥാപനമോ അവർ ഡിക്ലറേഷൻ നൽകണം. അപ്പോൾ മതപരിവർത്തനത്തിന് മുൻപ് കൊടുക്കേണ്ടത് നോട്ടീസും മതപരിവർത്തനത്തിന് ശേഷം കൊടുക്കേണ്ടത് ഡിക്ലറേഷനുമാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രലോഭനങ്ങളോ വാഗ്ദാനങ്ങളോ ഭീഷണിയോ വിവാഹ വാഗ്ദാനമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ മതപരിവർത്തനം നടത്തുന്ന വ്യക്തികൾക്ക് ശിക്ഷ ഉറപ്പാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നത് അവിടുത്തെ പള്ളികളെല്ലാം അവർ മതപരിവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ അവരുടെ എല്ലാം കയ്യിൽ നിന്നും ഒരു നോട്ടീസ് എഴുതി വാങ്ങിക്കും. അതായത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കൊടുക്കേണ്ട നോട്ടീസ് അത് നേരത്തെ തന്നെ അവർ സംഘടിപ്പിച്ച് വെക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും മതപരിവർത്തനം നടത്താം. അപ്പം മതപരിവർത്തനത്തിനും ഈ വ്യക്തി പൂർണ്ണമായും സമ്മതിക്കുന്നതിന് മുമ്പ് വേണമെങ്കിലും ഇതൊന്ന് മേടിച്ച് വെക്കാം, അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടിയാണെന്നുള്ളത് പറയാതെ തെറ്റിദ്ധരിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ച് വേണമെങ്കിലും ഇങ്ങനെ ഒരു നോട്ടീസ് അവർ കൊപ്പിടിപ്പിച്ച് മേടിച്ച് വെക്കാം. അപ്പോൾ എപ്പോഴാണ് ഇയാൾ തയ്യാറാവുന്നത് അതിന് ആ സമയമാകുമ്പോഴത്തേക്കും മതപരിവർത്തനം നടത്തുകയും ചെയ്യാം. അപ്പോൾ ഒരാളുടെ കൺസെൻറ്റ് കിട്ടും എന്ന് വന്നാൽ അപ്പോഴേ തന്നെ നോട്ടീസ് ഒപ്പിടിപ്പിച്ച് വെക്കുക, മതപരിവർത്തനം നടത്തുക. അത് 60 ദിവസത്തിന് ശേഷം അതിനുശേഷം ഡിക്ലറേഷനും ഒപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴേ മഹാരാഷ്ട്രയിൽ നടന്നു വരുന്ന ഒരു സ്ഥിതി. അപ്പോൾ ഈ നിയമം അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് മഹാരാഷ്ട്രയിലെ ഈ മതപരിവർത്തനം നടത്തുന്നവർ വളരെ ഗഹനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, മജിസ്ട്രേറ്റ് അനുവാദം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഈ ആക്ടിനകത്ത് മജിസ്ട്രേറ്റിന് 60 ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം. മതപരിവർത്തനം നടന്നു കഴിഞ്ഞാൽ 21 ദിവസത്തിനുള്ളിൽ മതപരിവർത്തനം ചെയ്യപ്പെട്ടയാളും മതപരിവർത്തനം ചെയ്തയാളും ഇതിനെ സംബന്ധിച്ചൊരു ഡിക്ലറേഷൻ ഈ മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ മതപരിവർത്തനം സ്വമേധയാ അസാധുവായി തീരുകയും ചെയ്യും. അപ്പോൾ ഈ നോട്ടീസ് കൊടുത്തതിന് ശേഷം മജിസ്ട്രേറ്റിന് എൻക്വയറി, അന്വേഷണം, മറ്റു കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ മജിസ്ട്രേറ്റിൻ്റെ ഒരു റിട്ടൺ ഓർഡർ, കൺസെൻറ്റ്, അതായത് മജിസ്ട്രേറ്റ് ഈ വ്യക്തിക്ക് മതപരിവർത്തനം നടത്താമെന്ന് അനുവാദം നൽകണമോ വേണ്ടയോ ഒരു ഉത്തരവിലൂടെ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇത് ഒരു തീരുമാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ആക്ടിൻ്റെ ആ വകുപ്പുകൾ വിശദമായി പരിശോധിച്ചാൽ മജിസ്ട്രേറ്റിന് എൻക്വയറി നടത്താം എന്ന് പറയുന്നതിൽ നിന്നും എൻക്വയറി എന്ന് പറയുന്നത് ഒരു ഉത്തരവ് പാസ്സാക്കാനാണ്. ഒരു ഉത്തരവ് പാസ്സാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ട്രയൽ, എൻക്വയറി എന്നൊക്കെ പറയുന്നത് ക്രിമിനൽ നടപടി നിയമത്തിൽ. ഇതൊരു ക്രിമിനൽ കുറ്റം
കൂടി ചേർന്ന് വരുന്ന ഒരു വകുപ്പാണ്. ഇതിലെ കുറ്റക്കാരനെ 7 വർഷം വരെ ശിക്ഷിക്കുകയും ചെയ്യാമെന്നുള്ളത് കൊണ്ട് എൻക്വയറി എന്നോ ഇൻവെസ്റ്റിഗേഷൻ എന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇവിടെ എൻക്വയറി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ റിട്ടൺ ഓർഡർ തന്നെ മതപരിവർത്തനം നടത്തുന്നതിന് ആവശ്യമാണ് എന്നതാണ് നിയമം എന്ന് വരും. അത് കുറെ കൂടെ എഫക്റ്റീവ് ആകും. അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഒരു റിട്ടൺ ഉത്തരവ് ഇല്ലാതെ മതപരിവർത്തനം നടത്താം എന്നുള്ളതാണെങ്കിൽ ഈ നിയമത്തിന് വലിയ പ്രസക്തി ഇല്ലാതെ ആയിപ്പോക്കും.